ഈ ഒരു സ്റ്റേജ് തന്നെ അടിക്കുക. അല്ലാതെ ഇലമുറിയൻ വണ്ട് വന്ന് കടിച്ച് എല്ലാം ഇട്ടിട്ട് പോയിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിക്കരുത്. കാരണം ഇതാണ് സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ തന്നെ അടിച്ചു കൊടുക്കണം. ഈ ഒരു സ്റ്റേജിൽ അടിക്കണം. ഹായ്, ഇന്ന് നമ്മുടെ ബനാന മാങ്കോണത്. ബനാന മാങ്കോ ഇപ്പോൾ എന്താ കണ്ടവർക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. പുതിയ തളിരൊക്കെ വന്ന് നല്ലപോലെ തന്നെ നിൽപ്പുണ്ട്. ഉണ്ടോ, കുറേ തളിരൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് വലിയൊരു തളിരുണ്ട്. എല്ലാ കൊമ്പിലും ഇതാ ഇവിടെ ഉണ്ട്. കണ്ടോ, എല്ലായിടത്തും തളിരൊക്കെ ഒന്ന് സെറ്റായിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ ഇപ്പോൾ ഒരു മാവ് പുതിയ ബഡൊക്കെ വന്ന് ഈ ഒരു സ്റ്റേജിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പെസ്റ്റിസൈഡ് അടിച്ച് തുടങ്ങണം. കുറച്ച് ദിവസത്തേക്ക് മതി. കാരണം ഇതൊക്കെ തളിരൊക്കെ ഒന്ന് മൂത്ത് വന്ന പ്രശ്നം തീർന്നു. അപ്പം 2-3 സ്റ്റേജായിട്ട് അടിക്കണം. ഒന്ന് നമ്മളത് ഈ ഒരു ലെവലുണ്ടോ, ഈ ബഡ് പൊട്ടി വരുന്ന സമയത്ത് അടിക്കാം. അതും സേഫാണ്. കാരണം ചില കീടങ്ങൾ ഈ ഒരു സമയത്ത് നീരൂറ്റി കുടിക്കാൻ വേണ്ടി എത്താറുണ്ട്. ഈ ഒരു സമയത്ത് അപ്പോഴും അടിക്കാം. അത് കഴിഞ്ഞ് ഇത് വളർന്ന് ഇതിപ്പോൾ ഒരു 2 ദിവസം കൊണ്ട് ഈ ഒരു ബഡ് സ്റ്റേജ് 2 ദിവസം കൊണ്ട് ഈ ഒരു സ്റ്റേജിലേക്ക് മാറും. അല്ല, 1 ദിവസം കൊണ്ട് ഈ സ്റ്റേജിലേക്ക് മാറും. അപ്പോഴും വേണം അടിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അടിച്ചുകൊണ്ട്. പിന്നെ നമുക്ക് അടിക്കേണ്ടത് ഈ ഒരു സ്റ്റേജിലാണ്. ഈ ഒരു സ്റ്റേജ് അടിച്ചു കൊടുക്കണം. ഈ ഒരു സ്റ്റേജ് കണ്ടോ, ഈ ഒരു സ്റ്റേജിലേക്കൊക്കെ ആകുമ്പോൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ചും സേഫ് ആകും. പിന്നെ ഇത് ഇനി കുറച്ചും കൂടെ ഒന്ന് വലുതാവും. അത് ആകുമ്പോഴും അടിച്ചു കൊടുക്കണം. ഇപ്പം മഴയുള്ള കണ്ടീഷനാണെങ്കിൽ ചിലപ്പോൾ രാവിലെയും വൈകിട്ടും അടിച്ചു കൊടുക്കാൻ കുഴപ്പമില്ല. കാരണം നമുക്ക് ഫ്രൂട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് എക്കാലക്സ് ഉള്ള കീടനാശിനികൾ അടിച്ചു കൊടുക്കാം. ഫ്രൂട്ടുള്ള സമയത്ത് നമ്മൾ അടിക്കാത്തതാണ് നല്ലത്. അപ്പോൾ ഫ്രൂട്ടുള്ള സമയത്ത് നമുക്ക് 100% പേടിക്കേ വേണ്ട. കാരണം നമ്മൾ കഴിക്കാൻ പോകുന്നില്ല, ഇലയല്ലേ ഇത്. അപ്പോൾ ഇലയെ സംരക്ഷിക്കുകയാണ് നമ്മൾ ഉത്തരവാദിത്തം. ഈ ഇലയിലാണ് അടുത്ത തലമുറ അല്ലെ അടുത്ത ലെവല് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് വിട്ട് കളഞ്ഞാൽ അത് പ്രശ്നമാകും. അപ്പോൾ ഇത് ബനാന മാങ്കോ നമുക്കൊരു 20 ഇഞ്ചിൻ്റെ പോട്ടിലാണ് ബനാന മാങ്കോ നിൽക്കുന്നത്. ഏജൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2-3 വർഷമൊക്കെ പ്രായം ഉണ്ടാവണം. അതിൻ്റെ നമ്മളൊരു കണക്കൂട്ടിൽ വെച്ചിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് എക്കാലക്സ്. ഇതിൽ യെല്ലോ കാറ്റഗറി ഉണ്ട്. ഈ പുറകിലൊരു ട്രയാങ്കിൾ ഉണ്ടോ, അതാണ് ആ കാറ്റഗറി തീരുമാനിക്കുന്നത്. യെല്ലോ കാറ്റഗറിയാണ് എക്കാലക്സ്. കണക്കെന്ന് വെച്ചാൽ 1 ലിറ്ററിൽ 2 ml. അതിപ്പോൾ 1/2 ലിറ്റർ എടുത്ത് 1 ml എടുത്താലും മതി. അത് വിത്ത് ഞാൻ ഒരു സ്പ്രെഡർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇതൊരു പശയാണ്. വെള്ളത്തിൻ്റെ ഒപ്പം ഒരു 1 ml ഉപയോഗിച്ചാൽ മതി. 1 ലിറ്ററിൽ 1 ml ആവശ്യം പറയുന്നവർ കൂടുതലായി കഴിഞ്ഞാൽ പതയായിപ്പോവും. അപ്പം ഇതും കൂടെ മിക്സ് ചെയ്താണ് നമ്മുടെ എക്കാലക്സ് അടിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ എക്കാലക്സാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഒന്ന് ഒരു 1 ml ആവശ്യം എനിക്കുള്ളൂ. കാരണം ഞാൻ 1/2 ലിറ്ററിൽ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം 1 ലിറ്ററിൻ്റെ ആവശ്യം വെള്ളം എനിക്ക് വേണ്ട. ഓക്കെ, അപ്പം ഇതിപ്പോൾ 1 ml ഞാൻ പെപ്സൈഡ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എക്കാലക്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഈ ഇതിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ പെപ്സൈഡ് ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്താൽ മതി. ഞാൻ സാധാരണ ചെയ്യാറില്ല, ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൊണ്ട് മിക്സ് ഒഴിക്കാറുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ നമുക്കൊരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചാൽ മതി. നമ്മളിപ്പം 1 ml എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് 1/2 ലിറ്റർ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. എനിക്ക് ഈ മാവിൽ മാത്രം അടിച്ചാൽ മതി, വേറെ അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 1/2 ലിറ്റർ വെള്ളം എടുക്കുന്നുള്ളൂ. ഇപ്പോൾ 1/2 ലിറ്റർ വെള്ളം ആയിട്ടുണ്ട്. ഈ താഴെ ഇവിടെയാണ് 1/2 ലിറ്റർ കേട്ടോ. ഈ കടന്ന ഒരു 1/2 ലിറ്റർ ഉള്ളൂ. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പശ അതും കൂടെ മിക്സ് ചെയ്യാം. ഏതായാലും ഇത് 1 ml എടുക്കുകയാണ്. ഇപ്പം നമ്മളായി. ജസ്റ്റ് ഒരു പ്രഷർ കൊടുക്കുക. ഇനി വേണം നമുക്ക് അടിക്കാം, മരത്തിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ സ്പ്രെയർ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇനി അടിക്കുമ്പോൾ നല്ലപോലെ തന്നെ അടിക്കാം കേട്ടോ. അതിലൊരു ഇതും കാണിക്കണ്ട. നല്ലപോലെ തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് തന്നെ കുളിപ്പിച്ച് നിർത്തുന്ന പോലെ അടിക്കുക. എല്ലായിടത്തും എത്തുന്ന പോലെ, എങ്കിൽ മാത്രമേ നല്ലൊരു എഫക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം കഴിഞ്ഞു.
അതിൻ്റെ ഉള്ളൂ, കാരണം കുറച്ച് ഇതല്ലേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഓൾറെഡി കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു സാധാ നാടൻ ചാമ്പയാണ്, നാടനല്ല സീഡ്ലെസ്, നമ്മുടെ മണിച്ചാമ്പ എന്ന് പറയും ചെറുത്, അപ്പം അതിലും കുറച്ച് അടിച്ചു കൊടുക്കാം. കാരണം കുറച്ച് ബാക്കിയുണ്ട്. ഇതിലൊക്കെ പുഴുക്കളാക്കണം പെട്ടെന്ന് വരുന്ന സാധനമാണ് ചാമ്പ വെറൈറ്റീസൊക്കെ. നല്ലോണം അടിച്ചു കൊടുക്കുക. തളിരിൻ്റെ ആവശ്യമുള്ളൂ, തളിരിലാണ് ഈ പ്രശ്നക്കാരൊക്കെ വരുന്നത്. ഏതായാലും പുതിയ ഇലകളിലൊന്നും പുതിയ ഇല സാധാരണ നമ്മൾ ഈ തളിരിലകളിലൊക്കെയാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്, കണ്ടോ. അപ്പം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അതിപ്പോൾ ഏതാണേലും അങ്ങനെ തന്നെയാണ്, ചാമ്പയാണേലും മാവാണേലും സീഡ്ലിബി ആണേലും ഒക്കെ മൂത്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. മൂക്കാത്ത കേസിലാണ് ഇത് പ്രശ്നം. നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ നമ്മുടെ പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കണം. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന സമയം ഇതൊക്കെയാണ്. പിന്നെ വൈകുന്നേരം അടിച്ചു കൊടുക്കാം, കാരണം ചില കീടങ്ങൾ രാത്രിയിലേക്ക് വരും. ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അടിച്ചു കൊടുത്തുകൊണ്ട് വൈകിട്ട് നിന്നോളും. അതല്ല അല്ലാത്ത കേസ് നമ്മൾ മഴയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രാത്രിയും കൂടെ ഒരു വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം, മഴയില്ലെങ്കിൽ ആ സമയത്തും കൂടെ അടിച്ചു കൊടുക്കണം. പകൽ മഴയുണ്ടെങ്കിൽ ഇതൊക്കെ കുറേയൊക്കെ ഒഴുകി പോകും. അപ്പോൾ പിന്നെയും കീടങ്ങൾ വരാം. അതിന് പകരം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ മഴയില്ലാത്ത സമയമാണെങ്കിൽ ഒന്നുകൂടെ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്, സേഫായിട്ടിരിക്കും. ഈ ഒരു സ്റ്റേജാണ് നമ്മൾ പുതിയ തളിര് വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്. മാവായിക്കോട്ടെ ചാമ്പ ആയിക്കോട്ടെ, ഇതിപ്പോൾ മൺലാറ്റിനിസ് പൊളിച്ചെറിയാണ്. ഇതിലൊക്കെ ഞാൻ ഓൾറെഡി അടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇതൊക്കെ കുറച്ച് കീടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇലയിലൊക്കെ പുഴുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുറേയൊക്കെ എടുത്ത് കളയും. ഞാൻ മാക്സിമം കൈകൊണ്ടാണ് ശ്രമിക്കുന്നത്, പക്ഷേ നമുക്ക് പുഴുക്കളൊന്നും കൈകൊണ്ട് എടുത്ത് കളയാൻ പറ്റും. ഇതിൽ വരുന്ന സാധനത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മൾ കാണത്തില്ല. കാരണം അത് എപ്പോൾ വരുന്നു എപ്പോൾ പോകുന്നു. ഇപ്പം ഇലമുറിയം ഉണ്ട്, ഒരു രക്ഷയില്ല, പുഴുവാണ് അവിടെ ഇരിക്കുന്നത്, നമുക്ക് കൈകൊണ്ട് തന്നെ എടുത്ത് കളയാം. പക്ഷേ ഇതിൽ വരുന്ന ഒരു വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പെസ്റ്റിസൈഡ് തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യം വരും, ഏതെങ്കിലും ഒരു കീടനാശിനി തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഒരു സ്റ്റേജ് തന്നെ അടിക്കുക, അല്ലാതെ ഇലമുറിയം പണ്ട് വന്ന് കടിച്ച് എല്ലാം ഇട്ടിട്ട് പോയിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിക്കരുത്. കാരണം ഇതാണ് സ്റ്റേജ്, ഈ ഒരു സ്റ്റേജിൽ തന്നെ അടിച്ചു കൊടുക്കണം. ഈ ഒരു സ്റ്റേജിൽ അടിക്കണം, നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റേജിൽ അടിക്കണം, ഈ ഒരു സ്റ്റേജിൽ അടിക്കണം, ഈ ഒരു വിടർന്ന് വരുന്ന ഈ ഒരു സ്റ്റേജിൽ അടിക്കണം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പം 2 ദിവസം കഴിയുമ്പോൾ ഇത് കുറേ വലുതാവില്ല ഇലകളൊക്കെ, അപ്പോൾ പിന്നെ ഒന്നും കൂടെ അടിച്ചു കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഫ്രൂട്ടില്ല, നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ കാര്യം. ഈ ഒരു സ്റ്റേജിൽ തന്നെ എല്ലാവരും അടിച്ച് മാവുകൾ സംരക്ഷിച്ച് നിർത്തുക. മാവുണ്ടെങ്കിൽ ഇലമുറയും വേണ്ടി വന്നിരിക്കും.